പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മാസങ്ങളോളം പീഡിപ്പിക്കപ്പെട്ടു എന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ദിവസവും രാവിലെയും വൈകിട്ടും സിദ്ധാർത്ഥൻ കോളേജ് യൂണിയൻ പ്രസിഡന്റും SFI യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സർവകലാശാലയ്ക്ക് നൽകിയ അന്തിമ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ദീപക് മോഹൻ വിശദാംശങ്ങളുമായി. ദീപക്, എന്താണ് പുതിയ ലഭ്യമാകുന്ന വിവരങ്ങൾ? നികേഷ് കുമാർ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 8 മാസത്തോളം സിദ്ധാർത്ഥന് ക്രൂരമായി റാഗിങ്ങിന് ഇരയായി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ആന്റി റാഗിംഗ് സ്ക്വാഡ് കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് SFI നേതാവും കോളേജ് യൂണിറ്റ് അംഗവുമായ അരുണിന്റെ മുറിയിൽ ദിവസവും രാവിലെയും വൈകിട്ടും മുറിയിലെത്തി റിപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം ഈ മുറിയിലെത്തിയ സമയത്ത് പലതവണ സിദ്ധാർത്ഥനെ ക്രൂരമായി റാഗിംഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നഗ്നനാക്കി റാഗിംഗ് ചെയ്തു എന്ന് സഹപാഠിയോട് വെളിപ്പെടുത്തലുണ്ടായി. ഈ കാര്യം സഹപാഠി ഈ ആന്റി റാഗിംഗ് സ്ക്വാഡ് കമ്മിറ്റിയോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല, പിറന്നാൾ ദിനത്തിൽ സിദ്ധാർത്ഥനെ നഗ്നനാക്കി ചുറ്റിനും തീയിടും എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുക കൂടിയുണ്ടായിരുന്നു. കോളേജിൽ വളരെ സജീവമായിരുന്ന സിദ്ധാർത്ഥനെ വരുതിയിലാക്കണമെന്നും നിർദ്ദേശവും ഈ റാഗിംഗ് സംഘത്തിനുണ്ടായിരുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ സിദ്ധാർത്ഥൻ മരിച്ച നാളുകൾക്ക് ശേഷം തന്നെ കോളേജ് ഹോസ്റ്റലിലെ കുക്ക് രാജിവെച്ചൊഴിഞ്ഞിരുന്നു. മാത്രമല്ല, ചില സെക്യൂരിറ്റികൾക്ക്, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഈ സ്ക്വാഡിനോട് കൃത്യമായി കാര്യങ്ങൾ പറയാനുള്ള ഒരു സാവകാശവും ലഭിച്ചില്ല എന്ന് പറയുന്നുണ്ട്. നേരത്തെ ഈ ആന്റി റാഗിംഗ് സ്ക്വാഡ് കമ്മിറ്റിയുടെ അന്വേഷണ പ്രകാരം ഇന്റേണൽ കമ്മിറ്റിക്ക് ലഭിച്ച പരാതി SFI കമ്മിറ്റി നേതൃത്വം ഇടപെട്ട് കൈക്കലാക്കി എന്നുള്ള ഒരു തീരുമാനം കൂടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും ഇപ്പോൾ പുതിയ ചില വെളിപ്പെടുത്തലുകളുടെ സാഹചര്യത്തിൽ കൂടുതൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും VC ഇനി കൂടുതൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നികേഷ് കുമാർ. ദീപക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. വളരെ സുപ്രധാനമായ കണ്ടെത്തൽ, നിർണായകമായ കണ്ടെത്തൽ.